സുഹൃത്തുക്കളെ, ഡെയർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാജു വി ജോസഫ്, ജനറൽ സെക്രട്ടറി APDF. ഈ ഒരു എപ്പിസോഡ് വളരെ പ്രധാനപ്പെട്ട എപ്പിസോഡാണ്. അതുകൊണ്ട് 2, 3, 4 ഭാഗങ്ങളായിട്ടായിരിക്കും ഈ എപ്പിസോഡ് ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം വളരെ സമഗ്രമായ ഒരു ഗൗരവമായ ഒരു വിഷയം സമഗ്രമായി അവതരിപ്പിക്കാനാണ് ഈ പ്രഭാഷണത്തിലൂടെ മുതിരുന്നത്. പട്ടികജാതി ക്രൈസ്തവ വിദ്യാർത്ഥികളുടെ, പ്രത്യേകിച്ചും പോസ്റ്റ് മെട്രിക് വിദ്യാർത്ഥികളുടെ, അതായത് 10ാം തരത്തിന് മുകളിലുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയെ സംബന്ധിച്ച് ആണ് ഈ പ്രഭാഷണം ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു 10-75 വർഷമായി ഈ വിഭാഗങ്ങളുണ്ട്, പട്ടിക വിഭാഗങ്ങൾ. ഈ പട്ടിക വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പട്ടികജാതി വരും, പട്ടിക വർഗ്ഗക്കാരും വരും, പട്ടികജാതി ക്രൈസ്തവരും വരും. പട്ടിക വിഭാഗങ്ങൾ കഴിഞ്ഞ 70-75 വർഷമായി ചില സംസ്ഥാനങ്ങളിൽ, നാട്ടുരാജ്യങ്ങളിൽ അതിന് മുമ്പും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രോത്സാഹനം ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് ചരിത്രവും കഴിഞ്ഞ കുറേ വർഷങ്ങളായി അത് യാതൊരു തടസ്സവുമില്ലാതെ ചില സർക്കാർ നടപടികളുടെ കാലതാമസം ഒഴിവാക്കി യാതൊരു പ്രശ്നവുമില്ലാതെ തുടർന്ന് പോരുകയാണ്. എന്നാൽ 2021 മാർച്ച് മാസം കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം പുറത്തിറക്കിയ ഒരു പ്രത്യേക വിജ്ഞാപനപ്രകാരം ഈ സഹായം, അതായത് പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള പോസ്റ്റ് മെട്രിക്കും പ്രീ മെട്രിക്കും എല്ലാ ധനസഹായങ്ങളും പുതിയ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു. ആ സംവിധാനം ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2021 മാർച്ച് മാസം കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം പ്രസിദ്ധീകരിച്ച ഈ പദ്ധതി എന്നെ കേൾക്കുന്ന നിങ്ങളിൽ എത്ര പേർ വായിച്ചിട്ടുണ്ടാകും, എത്ര പേർ അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കിയിട്ടുണ്ടാവും, എത്ര പേർ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ തിരിച്ച് അറിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് ന്യായമായി സംശയമുണ്ട്. നമ്മളുടെ വിദ്യാർത്ഥികളുടെ ഭാവി തലമുറയെ ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പബ്ലിക്കേഷൻ, ഒരു പ്രസിദ്ധീകരണമാണ്, വിജ്ഞാപനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് സ്കീം എന്നാണ് അതിന് തലക്കെട്ട്. 2020-21 മുതൽ 2025-26 വരെയുള്ള 5 വർഷക്കാലത്തേക്കാണ് ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ തന്നെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് നാളിതുവരെ വാർഷിക ബജറ്റിൽ ഉൾപ്പെടുത്തി ഇവർക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന പണം, തുക ആ വാർഷിക പരിപാടി എന്ന ചട്ടക്കൂട് വിട്ട് ഒരു പ്രോജക്റ്റ്, ഒരു പദ്ധതി എന്ന ചട്ടക്കൂടിലേക്ക് എന്തുകൊണ്ടാണ് മാറ്റുന്നത്? അതും 5 വർഷത്തെ കാലാവധി എടുക്കുന്നത്. 2-3 പ്രശ്നങ്ങളാണ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഈ 5 വർഷം കഴിഞ്ഞാൽ തുടരുമോ? 5 വർഷം കഴിഞ്ഞാൽ മുമ്പത്തെ പോലെ സർക്കാർ ബജറ്റിൻ്റെ ഭാഗമായി ഇത് മാറ്റപ്പെടുന്നു. 5 വർഷം എന്നുള്ള കാലാവധിയുടെ അർത്ഥം 5 വർഷം കൊണ്ട് എന്താണ് ഈ പദ്ധതി ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ഈ പദ്ധതി വിശദമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അഥവാ ആ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഈ 5 വർഷം കൊണ്ട് ഈ പദ്ധതി മുഖാന്തരം അച്ചീവ് ചെയ്യുന്നില്ലെങ്കിൽ, നേടിയെടുക്കുന്നില്ലെങ്കിൽ ഈ പദ്ധതി മുഴുവനായി റദ്ദാക്കപ്പെടുന്നു.
ഇങ്ങനെയുള്ള ഒട്ടേറെ സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു. അതുമായി ചേർന്ന് വായിക്കേണ്ട മറ്റൊരു സംഭവം ഈ പദ്ധതിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇതൊരു മിഷൻ മോഡ്, ഒരു പ്രോജക്റ്റ് മോഡിലാണ് നടപ്പിലാക്കുന്നത്. ഏതൊരു മിഷൻ മോഡിൽ, ഏതൊരു പ്രോജക്റ്റ് മോഡിൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഒരു നിശ്ചിത കാലപരിധിയുണ്ട്. ഒരു മിഷൻ മോഡ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലപരിധിക്കുള്ളിൽ ചില യുക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ആർജിച്ചെടുക്കാനുള്ള ഒരു സംവിധാനമാണ് മിഷൻ മോഡ്. ആ ഒരു കാലാവധി കൊണ്ട് ആ പറഞ്ഞ ലക്ഷ്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞാൽ ആ മിഷൻ മോഡ് മിഷൻ ഫീലില്ലാതാവും. നമ്മുടെ നാട്ടിലെ റൂറൽ ഹെൽത്ത് മിഷൻ പോലെ മിഷൻ്റെ കാലാവധി കഴിഞ്ഞാൽ മിഷൻ തന്നെ ഇല്ലാതാവും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതൊരു മിഷൻ മോഡിൽ നടപ്പിലാക്കുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ഗതി എന്താവും, അതിനുശേഷം എന്താണ് ഈ പദ്ധതിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ കടുത്ത ആശങ്ക മാറ്റിവെച്ചിട്ട്, ആശങ്ക വളരെ സങ്കടമാണ്, മാറ്റിവെച്ചിട്ട് നമുക്ക് ഈ പദ്ധതിയെ കൂടുതലായി അറിയാനായി ശ്രമിക്കാം. നമുക്ക് ഈ പദ്ധതി അടുത്തറിയുന്നതിന് മുമ്പായി നാളിതുവരെ ഈ വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പ്രോത്സാഹനം നൽകിയിരുന്ന രീതിയെപ്പറ്റി വളരെ സംക്ഷിപ്തമായി ഞാനൊന്ന് പറയാം. ആധുനിക സാങ്കേതിക വിദ്യ ഇത്രത്തോളം വളരാതിരിക്കുകയും കടലാസ് ഫയലുകളെ ആശ്രയിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം, ഞങ്ങളൊക്കെ പഠിച്ച കാലഘട്ടം, അങ്ങനെ ഒരു 10-40 വർഷം മുമ്പ് കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി കോളേജ് പഠനത്തിന് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞുള്ള ഏത് പഠനത്തിൽ ഒരു അപേക്ഷ കൊടുക്കണം. വിദ്യാഭ്യാസ സ്ഥാപനത്തിലല്ല, പട്ടികജാതി വികസന വകുപ്പിലേക്ക് അപേക്ഷ വിദ്യാഭ്യാസ സ്ഥാപനം വഴി കൊടുക്കണം. അത്യാവശ്യമായ രേഖകൾ കൊടുക്കണം. അത് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ പോയി അതിന് അപ്രൂവൽ വരും. അപ്രൂവൽ വന്നു കഴിയുമ്പോൾ കോളേജുകാർ ബില്ല് തയ്യാറാക്കണം. ആ ബില്ല് വീണ്ടും പട്ടികജാതി ജില്ലാ വികസന ഓഫീസിൽ പോകും. അവിടെ നിന്ന് ബില്ല് പാസ്സാക്കും. ബില്ല് പാസ്സായി കഴിഞ്ഞ് ട്രഷറിയിൽ പോയി കോളേജ് അധികാരികൾക്ക് തന്നെ കാശ് എടുത്തുകൊണ്ട് വരാൻ പറ്റും. അങ്ങനെ ക്യാഷായിട്ട് നേരിട്ട് വിദ്യാർത്ഥികളിൽ കൊടുക്കുന്ന, വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. ആ രീതി ഇ ഗ്രാൻഡ് സമ്പ്രദായം വന്നപ്പോൾ, ഇപ്പോൾ നടക്കുന്ന ഇ ഗ്രാൻഡ് സമ്പ്രദായം വന്നപ്പോൾ ആ രീതി പാടെ മാറി. അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടില്ല, പടികളിൽ മാറ്റം വന്നിട്ടില്ല. വിദ്യാർത്ഥി ചേരുമ്പോൾ തന്നെ പട്ടികജാതി വികസന വകുപ്പിലേക്ക് ആവശ്യമായ അപേക്ഷകൾ നേരത്തെ ചെയ്തതുപോലെ കടലാസ് ഫയലില്ലാതെ ഓൺലൈനായി സമർപ്പിക്കണം. അത്യാവശ്യം വേണ്ട രേഖകൾ, സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നിന്നും ഇതെല്ലാം സ്ക്രൂട്ടനൈസ് ചെയ്ത് പരിശോധിച്ച് അവർക്ക് ഗ്രാൻഡ് രജിസ്റ്റർ ചെയ്യുന്ന സമ്പ്രദായമാണ്. ഈ സമ്പ്രദായം വന്നതുകൊണ്ട് സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ പറ്റിയിരിക്കുന്നതിനേക്കാളുപരിയായി പേപ്പർ ഫയലുകൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കുട്ടികളുടെ വിവരങ്ങളെല്ലാം പരിശോധിച്ച് പട്ടികജാതി വികസന വകുപ്പോ അല്ലെങ്കിൽ പട്ടികവർഗ വികസന വകുപ്പോ അല്ലെങ്കിൽ പിന്നോക്ക സമുദായ വികസന വകുപ്പോ അവരുടെ ജില്ലാ ഓഫീസ് വഴി ഈ കുട്ടികളുടെ പൈസ വിതരണം ചെയ്യും ഓൺലൈനായി. എല്ലാ കുട്ടികൾക്കും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരെ അവർക്ക് അർഹതമായ, അവർക്ക് ലഭിക്കേണ്ട മുഴുവൻ വിദ്യാഭ്യാസ സഹായ ധനവും വിതരണം ചെയ്യും. ഈ ഒരു സമ്പ്രദായം കൊണ്ടുള്ള മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് ഇടത്തട്ടുകാരില്ലാതെ കാലതാമസം ഒഴിവാക്കി കുട്ടികൾക്ക് യഥാസമയം ഈ ഗ്രാൻഡ് ലഭ്യമാക്കി സാധിക്കും എന്ന ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പുതിയ സമ്പ്രദായം. അതെത്രമാത്രം പ്രായോഗികമായി നടക്കുന്നത് കാര്യം നേരെ പരിശോധിക്കാം. അപ്പം അങ്ങനെ ഒരു പരിഷ്കാരം ആധുനിക സാങ്കേതിക വിദ്യയുടെ വികാസം കൊണ്ട് ഈ ഗ്രാൻഡ് സമ്പ്രദായത്തിൽ ഉണ്ട്. ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ
DBT, ബെനിഫിഷ്യറിയുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്ത് നേരിട്ട് പണം എത്തിക്കുന്ന പുതിയ സമ്പ്രദായമാണ്. 2009-10 കാലഘട്ടത്തിലാണ് ഈ ഗ്രാൻഡ് സമ്പ്രദായം നമ്മുടെ ഈ പട്ടിക വിഭാഗങ്ങളുടെ ധനസഹായ വിദ്യാഭ്യാസ ധനസഹായ പരിപാടികൾ ആവിഷ്കരിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ ഗ്രാൻഡ് വഴിയാണ് വിദ്യാർത്ഥികൾക്ക് പണം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ നല്ല ഒരു നിലപാടാണ്. പക്ഷേ തീരെ കുറ്റമറ്റതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉള്ളടങ്ങിയിട്ടുണ്ട്. കുട്ടികളുടെ വിവരങ്ങൾ കൃത്യമായി അപ്ലോഡ് ചെയ്യാതിരിക്കുകയോ, കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ട് കൃത്യമായി രേഖപ്പെടുത്തപ്പെടാതിരിക്കുകയോ, ഈ ബാങ്ക് അക്കൗണ്ട് കുട്ടികളുടെ വിവരങ്ങളും രേഖപ്പെടുത്തുന്നത് പുനഃപരിശോധിക്കാനും വീണ്ടും പരിശോധിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഈ സിസ്റ്റത്തിലുണ്ട്. പക്ഷെ അത് പലപ്പോഴും ഉപയോഗിക്കാതെ, അത് പലപ്പോഴും അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്ത കുട്ടികളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ പലപ്പോഴും തെറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് പർട്ടിക്കുലേഴ്സ് ഒരു കുട്ടിയുടെ പേര് തെറ്റിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ആ കുട്ടിയുടെ ഗ്രാൻഡ് പെൻഡിങ്ങിലാണ് പിടിച്ചെടുക്കും, അല്ലെങ്കിൽ തെറ്റി കിട്ടിയ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ തെറ്റി അല്ലെങ്കിൽ ബോധപൂർവം തെറ്റിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് ഗുണഭോക്താക്കളുടെ പണം ഒഴുകിപ്പോയ കഥകൾ ഈ വിദ്യാഭ്യാസ രംഗത്തല്ല മറ്റ് രംഗത്ത് ധാരാളമായി ഉണ്ട്. അടുത്തിടെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ പട്ടികജാതി വികസന വകുപ്പ് വഴി വിതരണം ചെയ്ത ധനസഹായം. കണക്കനുസരിച്ച് റിപ്പോർട്ടനുസരിച്ച് ഗുണഭോക്താക്കൾക്ക് കിട്ടിയെങ്കിലും പല ഗുണഭോക്താക്കൾക്കും ആ പൈസ കിട്ടിയില്ല. കാരണം മറ്റ് അക്കൗണ്ടിലേക്ക് ഈ പണം ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ഇത് ബോധപൂർവ്വം സംഭവിച്ചത്. അങ്ങനെ ഒരു സംഭവം ഈ വിദ്യാഭ്യാസ ധനസഹായ പരിപാടിയിൽ ഇതുവരെ ഉണ്ടായതായി ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ അതിനുള്ള അവസരവും സാധ്യതയും ഉണ്ടെന്നാണ്. പിന്നെ വരാവുന്ന പെൻഡിങ്ങാണ്. പട്ടികജാതി വികസന വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും മറ്റ് പിന്നോക്ക സമുദായ വികസന വകുപ്പും കൂട്ടായി ചേർന്ന് നിർവഹിക്കുന്ന ഒരു ഇ ഗ്രാൻഡ് പോർട്ടൽ. ആ ഇ ഗ്രാൻഡ് പോർട്ടലിൽ ഈ 3 വകുപ്പുകളിൽ നിന്നുള്ള വിവരങ്ങൾ യഥാസമയം അവർ അപ്ലോഡ് ചെയ്യും. അതനുസരിച്ചാണ് ഈ സൈറ്റിൽ ഇ ഗ്രാൻഡ് പോർട്ടലിൽ വിവരങ്ങൾ കിട്ടുന്നത്. ആ ഇ ഗ്രാൻഡ് പോർട്ടലിൽ 2021-22 കണക്ക് നോക്കുന്നത് അവിടെ ഡാഷ്ബോർഡ് എന്നൊരു ഐക്കൺ, ഡാഷ്ബോർഡിൽ പ്രസ് ചെയ്താൽ അമർത്തിയാൽ ആത്മഗുണങ്ങളിൽ ഈ വിവരം കിട്ടുന്നതാണ്. ഏതാണ്ട് 60,000-ത്തിനടുത്ത് പട്ടിക വിഭാഗം, അതായത് പട്ടികജാതി, പട്ടികവർഗ, പട്ടികജാതി ക്രൈസ്തവ വിദ്യാർത്ഥികളുടെ ഗ്രാൻഡ് അപേക്ഷ പെൻഡിങ്ങിലാണ്. ആ പെൻഡിങ്ങിലായത് എന്തുകൊണ്ടാണെന്ന് പറയുന്നില്ല. ഇനി ആ പെൻഡിങ്ങിലായത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ 3 വകുപ്പിലേക്കും അന്വേഷിക്കണം. ഇപ്പം ഈ 60,000 കുട്ടികൾ ഒരു വർഷം മാത്രം ഗ്രാൻഡ് പെൻഡിങ് ആകുക എന്ന് പറഞ്ഞാൽ 60,000 വിദ്യാർത്ഥികളുടെ പഠനമാണ് അവതാളത്തിലാകുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് ഈ ഗ്രാൻഡ് പോർട്ടലിൽ പോയി നോക്കിയാൽ നമുക്കറിയാൻ പറ്റുന്ന ഏതാണ്ട് 2 ലക്ഷത്തിലധികം 3 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ അപേക്ഷകൾ പെൻഡിങ്. ഒരുപക്ഷെ ഈ വർഷം പെൻഡിങ്ങിലായി അടുത്ത വർഷം റിവേർട്ട് ചെയ്യപ്പെടാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും ഇത്തരത്തിൽ പെൻഡിങ്ങിലാകുന്ന വഴി വിദ്യാഭ്യാസ ധനസഹായം കിട്ടാതെ വരികയും അതുമൂലം പഠനം പൂർത്തിയാക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ ഗ്രാൻഡ് സമ്പ്രദായത്തിലുണ്ട്. അപ്പം ഈ ഗ്രാൻഡ് സമ്പ്രദായം അടിമുടി പരിഷ്കരിച്ചല്ലാതെ
അതിൻ്റെ പ്രശ്നങ്ങൾ കണ്ടെത്തി അതിൻ്റെ എൻഡ് യൂസർ വിദ്യാർത്ഥികൾ ഈ ഗ്രാൻഡ് സിസ്റ്റത്തിൽ ആ എൻഡ് യൂസറായിട്ടുള്ള കുട്ടികളോട് അവരുടെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി അതനുസരിച്ച് ഈ ഗ്രാൻഡ് സമ്പ്രദായം പരിഷ്കരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അപകടം വീണ്ടും പെൻഡിങ് ഉണ്ടാവും. 60,000 വിദ്യാർത്ഥികൾ ഒരു വർഷം പെൻഡിങ് ആകാൻ അതൊരു വലിയ സംഖ്യയാണ്. അപ്പം അതുകൊണ്ട് ഈ ഗ്രാൻഡ് സമ്പ്രദായത്തിൻ്റെ എല്ലാ ഗുണപരമായ വശങ്ങളും അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അതിലെ പിഴവുകൾ തിരുത്താൻ നമ്മൾ തയ്യാറാണ്. ഇതിൽ 2-3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, വിദ്യാർത്ഥികൾ അവരുടെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ തന്നെ ബന്ധപ്പെട്ട രേഖകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കോളേജ് അധികൃതർക്ക് ആ ദിവസം തന്നെ അപ്പോൾ തന്നെ അത് പരിശോധിച്ച് അതിന് തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികളെ SMS വഴി അലേർട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു സമ്പ്രദായം എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ നാളിതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇനി കോളേജ് അധികൃതർ കഴിഞ്ഞാൽ കോളേജ് അധികൃതർ നേരെ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലേക്കാണ് ഫോർവേഡ് ചെയ്യുന്നത്. അവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാർ അല്പം കൂടെ കൃത്യമായി പരിശോധിച്ച് കഴിഞ്ഞാൽ പിശകുകളുണ്ടെങ്കിൽ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താനുള്ള സമയമുണ്ട്. ഇതെല്ലാം തന്നെ ഒരു ദിവസം അല്ല 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം കൃത്യമായി അപേക്ഷ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, കോളേജ് അധികാരികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അതുപോലെ തന്നെ സർവോപരി പട്ടികജാതി വികസന വകുപ്പിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ അറിവിൽ പട്ടികജാതി വികസന വകുപ്പിലെ പല ഉദ്യോഗസ്ഥന്മാർക്കും ഇതിനാവശ്യമായിട്ടുള്ള പരിശീലനം കിട്ടിയവരല്ല, എല്ലാവരും അല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പട്ടികജാതി വികസന വകുപ്പിന്റെ സ്ക്രൂട്ടിനി കുറ്റമറ്റതാണെന്ന് പറയാൻ നമുക്ക് നിർവാഹമില്ല. അതായിരിക്കാം ഒരുപക്ഷെ ഈ 60,000 പെൻഡിങ് അപേക്ഷകൾ 2021-22 വർഷം ഉണ്ടായത്. അതിന്റെ ഫലം എന്നറിയാമോ? 2021-22 വർഷം അത്രയും കുട്ടികളുടെ അപേക്ഷ പാസ്സായിട്ടില്ല എന്ന് മാത്രവുമല്ല, അതിൽ വേറൊരു ദുഃഖകരമായ സത്യമുണ്ട്. അപേക്ഷ പാസ്സായ പല വിദ്യാർത്ഥികൾക്കും പെൻഡിങ് അല്ലാത്ത പല വിദ്യാർത്ഥികൾക്കും 2021-22 വർഷത്തെ സ്റ്റൈപ്പൻഡോ ലംസം ഗ്രാൻഡോ ട്യൂഷൻ ഫീസോ ഒന്നും കിട്ടിയിട്ടില്ല. ഈ കഴിഞ്ഞ ഒരു വർഷം അതിൻ്റെ കൃത്യമായ സാമ്പിൾ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ അല്ല ഞങ്ങൾ പരിശോധിച്ചത്. അതുകൊണ്ട് അതിന് കൃത്യമായ കണക്ക് പറയാൻ പറ്റില്ല. ഏകദേശം 60-70% വരുന്ന കുട്ടികൾക്ക് പണം കിട്ടിയിട്ടില്ല. ഈ കഴിഞ്ഞ ഒരു വർഷം ഇത്രയും കുട്ടികൾ എങ്ങനെയാണ് പഠിക്കാൻ പോയത്? അവരെ പഠനത്തിൽ സഹായിക്കാനുള്ള ലംസം ഗ്രാൻഡും സ്റ്റൈപ്പൻഡും കിട്ടാതെ അവർക്ക് എങ്ങനെ പഠിക്കാൻ? കോളേജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ ദിവസം APDF വേണ്ടി ഞാനും അഡ്വക്കേറ്റ് CJ ജോസും TJ സുരേന്ദ്രനും ഗിരിജമ്മ TJ ചില കുട്ടികളുമായി നടത്തുന്ന സംഭാഷണത്തിൽ 3-ാം വർഷം ഡിഗ്രിക്ക് പഠിക്കുന്ന ആ വിദ്യാർത്ഥികൾ 1-ാം വർഷത്തെ ഗ്രാൻഡ് മാത്രമേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. 2-ാം വർഷത്തെ ഗ്രാൻഡ് അനുവദിച്ചിട്ടില്ല. അതായത് 2021-22 വർഷത്തെ ഇപ്പോൾ നടപ്പ് വർഷമായ 2022-23 വർഷത്തെ ഗ്രാൻഡ് അപ്രൂവ് ചെയ്തിട്ടില്ല. ഇപ്പം ഈ 3 വർഷത്തെ വിദ്യാർത്ഥികളുടെ ഈ 3 വർഷം വിദ്യാർത്ഥികൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ മാത്രമേ പൈസ എടുത്തിട്ടുള്ളൂ. 2-ാം വർഷവും 3-ാം വർഷവും ഈ വിദ്യാർത്ഥികൾ അവരുടെ രക്ഷകർത്താക്കളെ ബുദ്ധിമുട്ടിച്ച്, രക്ഷകർത്താക്കൾ ദരിദ്രരാണ്, ഭൂരിപക്ഷവും കൂലിവേലക്കാരാണ്, വീട്ടുകാര്യങ്ങൾ തന്നെ നടത്താൻ ബുദ്ധിമുട്ടുന്നവരാണ്. അവരെ ബുദ്ധിമുട്ടിച്ചാണ് ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞില്ല, ഞാൻ സാമ്പിൾ റെപ്രസെൻറ്റേറ്റീവ് അല്ലാത്തതുകൊണ്ട് ഒരു 60% വിദ്യാർത്ഥികളെങ്കിൽ അങ്ങനെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്.
ഇപ്പം ഈ ഗ്രാൻഡ് സമ്പ്രദായം കൃത്യമായി പരിഷ്കരിക്കുകയും ഈ ഗ്രാൻഡ് സമ്പ്രദായം കുറ്റമറ്റതായി നടപ്പിലാക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ തുടർന്നാൽ ഈ കുട്ടികളുടെ ഭാവി അവതാളത്തിലാകും എന്ന് APDF ന്യായമായും ശങ്കിക്കുന്നു. ഇത് കേവലം ഒരു ആശങ്ക മാത്രമല്ല, കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഒരു പ്രസ്താവന നടക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർത്ത് ഞാൻ പറയാം. 2021-22 സാമ്പത്തിക വിദ്യാഭ്യാസ വർഷത്തിൽ, അധ്യയന വർഷത്തിൽ ഏതാണ്ട് 65 ലക്ഷത്തോളം പട്ടികജാതി വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ ആകമാനമായി ഗ്രാൻഡ് കിട്ടാതെ വലയുന്നത്. ഈ 65 ലക്ഷം പട്ടികജാതി വിദ്യാർത്ഥികളുടെ ഭൂരിപക്ഷവും +1 തരത്തിലുള്ളവരാണ്. അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒന്നാമത്തെ പടിയിലേക്ക് ചവിട്ടിയപ്പോൾ തന്നെ, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒന്നാമത്തെ വർഷത്തിൽ തന്നെ, ഒന്നാമത്തെ പടി ചവിട്ടിയപ്പോൾ തന്നെ അവർക്ക് ഗ്രാൻഡ് കിട്ടാതെ, അവരുടെ ഗ്രാൻഡ് തൃശങ്കു സമുദ്രം. അപ്പം ഞാൻ ഈ പറഞ്ഞത് കേരളത്തിൽ മാത്രം പ്രശ്നമല്ല, അത് ഈ ഗ്രാൻഡിൻ്റെ മാത്രം പ്രശ്നമല്ല. ഞാൻ ഈ ഗ്രാൻഡിൻ്റെ കാര്യം പറയുന്നതേ ഉള്ളൂ. ഈ ഗ്രാൻഡ് പ്രകാരം പറഞ്ഞെങ്കിൽ ഈ ഗ്രാൻഡിൻ്റെ പ്രശ്നം മാത്രമല്ല. അപ്പം ഈ തരത്തിലുള്ള സങ്കീർണമെന്ന് പറഞ്ഞാൽ വളരെയേറെ ദുരൂഹതയുള്ള ഒരു പദ്ധതിയാണ് സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗ്രാൻഡിൻ്റെ വൈകല്യം കൂടിയാകുമ്പോൾ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് ഏറെയാവും, കടുത്തതാവും, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് താങ്ങാനാവാതാവും. പലരും വിദ്യാഭ്യാസം നിർത്തി വീട്ടിലിരിക്കുന്ന അവസ്ഥ ഡ്രോപ്പ് ഔട്ട്, കൊഴിഞ്ഞുപോക്ക് എന്ന ഒരു സ്ഥിതിവിശേഷം. ആ സ്ഥിതിവിശേഷം ഉണ്ടാക്കാൻ, അതിനാക്കം കൂട്ടാൻ മാത്രമേ കുറ്റകരമായ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഗ്രാൻഡും ഈ പുതിയ സമ്പ്രദായവും ഉപകരിക്കൂ എന്നാണ് APDF ഈ അവസരത്തിൽ പറയാനുള്ളത്.